ഹായ് കൂട്ടുകാരെ, നമുക്കൊരു വേറൊരു വീഡിയോയിലേക്ക് പോകാം. എക്സസൈസ് ചെയ്യുന്ന നമുക്ക് എപ്പോഴും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിന് അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ദിവസവും ഈ എക്സസൈസും യോഗയും ചെയ്യണം. പിന്നെ നമുക്ക് യോഗയിലേക്ക് പോകാം. നമ്മൾ രോഗം ഇല്ലാത്തൊരു ശരീരം ഉണ്ടായാലേ നമുക്ക് എണീറ്റ് നടക്കാനും എല്ലാം പറ്റും. അപ്പോൾ നമ്മൾ കഴിയുന്നതും മടി കൂടാണ്ട് ദിവസവും ചെയ്യണം. ഇന്ന് ചെയ്ത് നാളെ ചെയ്യണ്ടെന്ന് വിചാരിക്കരുത്. എല്ലാ ദിവസവും ചെയ്യണം. രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം നമുക്ക് കഴിയുന്ന വിധത്തിൽ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. അതിന് കുറച്ച് നേരം നമുക്ക് നടന്ന് കളിക്കാം. ഇങ്ങനെ പ്രായമായവർക്കൊന്നും മെല്ലെ എവിടെ നടക്കാൻ പോകുകയൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കുറച്ച് നേരം നടക്കുക. അതേപോലെ ഒരു സന്തോഷമായിട്ട് തന്നെ നടക്കണം. നമ്മളിപ്പോൾ മക്കളും ആരും തന്നെ വീട്ടിലുണ്ടാവില്ല. അധികം ജോലിക്ക് പോയ മക്കളായിരിക്കും. നമ്മളത് അധികവും ഭാര്യയും ഭർത്താവിലും ഒറ്റപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു സന്തോഷം ഇല്ലാത്തതാണെങ്കിൽ നമ്മളെപ്പോൾ സന്തോഷിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുക. മറ്റിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എല്ലാം ചെയ്യുക. ഞാൻ നടക്കും. പിന്നെ കുറച്ചും കൂടി കുറച്ച് സ്പീഡിലാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ പുറമേന്നും പോട്ടല്ലോ, വീട്ടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കുറച്ചേരം ചെയ്യാം. ഒരു നല്ല കാലിൽ പൊന്തിക്കാൻ കഴിയുക. ഇങ്ങനെ എന്തായാലും പൊന്തിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അല്ലാത്തവർ ഇപ്പോൾ മെല്ലന ഇങ്ങനെ ഇങ്ങനെ തന്നെ നടക്കുക. കഴിയുന്നവർ കുറച്ച് 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 സ്പീഡ് കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കുറച്ച് നമുക്ക് ഒരു വേർക്കണം ശരീരം. അത് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടു. നമ്മളിപ്പോൾ റോഡിനെ കൂടി പോകാനാണെങ്കിൽ എത്ര ദൂരം നടക്കണം. അതേപോലെ തന്നെ വിചാരിച്ച് നമ്മളകത്തുനിന്ന് തന്നെ ഇങ്ങനെ കുറച്ച് നേരം തുള്ളി കളിക്കണം. അത് സന്തോഷത്തോടെ നമുക്ക് തന്നെ വേണമെന്നില്ല. ഇതിന് നമ്മളിങ്ങനെ ചെയ്യണം. ഇങ്ങനെ കുറച്ച് നേരം ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു ഇങ്ങനെ ചെയ്യാം. കയ്യും കാലം ഒരു 5-10 പ്രാവശ്യം ഇങ്ങനെ കയ്യൊന്നും കൂടുതൽ പ്രാവശ്യം ചെയ്യണം. നമ്മൾ ഞാനിപ്പം കുറച്ച് 5-10 പ്രാവശ്യം കളിച്ച് അവിടെ നിർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ശരീരം മതി. പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഒരു പുഷ് ചെയ്യും പോലെ ഒരു കുറച്ച് നേരം തളരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കണ്ണടിച്ചിട്ട് ശ്വാസത്തിൽ ഇങ്ങനെ നോക്കുക. കുറച്ച് 2-3 മിനിറ്റ് നേരം പിന്നെ വിശ്രമിക്കണം. എന്നിട്ട് പിന്നെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇതുവരെ 10-15 പ്രാവശ്യം നമുക്ക് ചെയ്യാൻ കഴിയുന്ന പോലെ ചെയ്യാം. തീരെ കഴിയാത്തവരാണെങ്കിൽ കസേര കൊടുക്കണം. കുറച്ചെല്ലാം കഴിയുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ അത് കഴിയുമ്പോൾ പിന്നെ സൈഡിൽ അങ്ങനെ ഇത് നമുക്ക് കാലിന് കഴിക്കുന്ന ഒരു ബാലൻസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ലതാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുക. ശ്വാസം 1-2 പ്രാവശ്യം നല്ലതായിട്ട് എടുക്കുക. പിന്നെ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഇങ്ങനെ ചുഴറ്റിച്ച് കഴിയുമെങ്കിൽ ഇങ്ങനെ 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 വട്ടത്തിൽ
ചുമത്ത് ചുമത്ത്. അപ്പോഴും നമുക്ക് കാല് കൈ ഇങ്ങനെ ആക്കാം. അല്ല ബാലൻസ് ഇല്ലെങ്കിൽ കാലിങ്ങനെ എല്ലാ ശരീരവും എപ്പോൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് ദൂരോട്ട് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ശ്വാസം ദൂരോട്ട് വെച്ച് ഇങ്ങനെ വന്നു നമ്മളെ ഉടലിൻ്റെ എല്ലാം ഇതാക്കാൻ എല്ലാം കുടിച്ച് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ മണങ്ങാനും നീരാനും വയറ് കുറയാനും എല്ലാം നല്ലത്. പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് മെല്ലെ ഇരിക്കുക. തീരെ കഴിയാത്തവരാണെങ്കിൽ കസേര പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എനിക്കാദ്യം ഈ കാല് വേദനിച്ചിട്ട് ഒന്ന് മണങ്ങാൻ വരെ കഴിയില്ല. ഇപ്പോൾ ഈ ചെയ്ത് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ തൊടാൻ കഴിയുന്നു. പണ്ടിങ്ങനെ മണങ്ങി നിൽക്കാൻ ഞാൻ കഴിയില്ല. ഞാൻ ഇതെങ്ങനെയല്ല നിൽക്കുന്നില്ല, മക്കളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ദിവസം ഇങ്ങനെ ചെയ്ത് ആകുമ്പോൾ തന്നെ ഇപ്പം ശരിക്കും നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ ഇപ്പം ഞാൻ തല ഇങ്ങനെ അടുപ്പിക്കണ്ടിട്ടാണ് നമുക്ക്. അതേപോലെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കഴിയും. ഒന്നും കഴിയില്ല. നടുവേദനയാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. നടുവേദന എന്ന് പറഞ്ഞാൽ അത് മാറിക്ക് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണം. അല്ലാണ്ട് എനിക്ക് നടുവേദന എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ, അതിലധികം കഴിയാന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. എനിക്കിത് അനുഭവമാണ്. എനിക്ക് നടുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര നടുവേദന. ഇപ്പോൾ നടുവേദനയൊന്നുമില്ല, ഇതിങ്ങനെ ചെയ്യൽ തുടങ്ങി. ഇപ്പം ഞാൻ ഇരിക്കും, എണീക്കും, ഇങ്ങനെ ഇരിക്കുക, മെല്ലെ എണീക്കുക, ഇരിക്കുക, എണീക്കുക. ഇതൊന്നും കഴിയില്ല. പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ കാലുകളിൽ കൂടി നടക്കുക. ഇന്നത്തേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.